ആഭ്യന്തര വിപണിയിൽ റബ്ബർ കയറ്റുമതിക്കായി കർഷകർ സർക്കാർ പിന്തുണ തേടുന്നു. നിലവിൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിലെ റബ്ബർ വിലയിൽ 18 രൂപയുടെ വ്യത്യാസമാണുള്ളത്. ആഭ്യന്തര റബ്ബറിന്റെ വിലയിടിവ് മറികടക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നാണ് കർഷകരുടെ വാദം. അന്താരാഷ്ട്ര റബ്ബർ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള വിപണിയിലെ വിലയിൽ 18 രൂപയുടെ വ്യത്യാസമുണ്ട്. അഗർത്തല മാർക്കറ്റിലെ വില വ്യത്യാസം 30 രൂപയാണ്. എന്നാൽ ഇന്ത്യൻ ടയർ കമ്പനികൾ കർഷകർക്ക് ശരിയായ വില നൽകാൻ വിസമ്മതിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ റബ്ബറിന്റെ വിലയിടിവിന് കാരണമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഉടമസ്ഥയിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷനും മാർക്കറ്റിംഗ് ഫെഡറേഷനും ന്യായമായ നിരക്കിൽ റബ്ബർ സംഭരിച്ച് കയറ്റുമതി വർദ്ധിപ്പിച്ചാൽ വിപണിയിൽ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെ സംബന്ധിച്ച് വില വളരെ കുറവാണ്. 28 മുതൽ 38 രൂപ വരെ വിലക്കുറവുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റബ്ബർ കയറ്റുമതി ചെയ്യുന്നതിനോ കമ്പോളത്തിൽ ഇടപെടുന്നതിനോ ഇന്ത്യയിലെ റബ്ബർ ബോർഡോ മറ്റ് സ്ഥാപനങ്ങളോ എന്ന് താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് ടയർ വ്യവസായികൾക്കിടയിലെ ഇംഗിതത്തിന് അനുസൃതമായി അവർ പരസ്പര ധാരണയോടെ ഇവിടെ മാർക്കറ്റിൽ നിന്ന് റബ്ബർ സംഭരിക്കുകയും വില ഒരിക്കലും കൂടാത്ത തരത്തിൽ നമ്മുടെ മാർക്കറ്റിനെ നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റബ്ബർ ബോർഡ് കമ്പനികൾ ശേഖരിക്കുന്ന റബ്ബർ കേരള വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്നതും കർഷകരുടെ പ്രധാന ആവശ്യമാണ്. ഇതിനെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളാണ് ടയർ ലോബിയുടെ ദൈനംദിന ചൂഷണത്തെ പിന്തുണയ്ക്കുന്നതിന് വഴിയൊരുക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ഉയർന്ന വിലയും ഓഫ് സീസണിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ കുറവുമുണ്ടായിട്ടും ആഭ്യന്തര വില കുതിച്ചുയരുന്നുണ്ട്. പക്ഷേ ടയർ കമ്പനികൾ വിപണിയിൽ നിന്ന് വിട്ടുനിന്ന് വിലയിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.